ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു തെക്കൻ മോംസ്. ഇന്ന് ഞാനിവിടെ റിവ്യൂ പറയാൻ പോകുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീനെ കുറിച്ചാണ്. ഞാനിത് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് ഇൻസ്റ്റയിലൊക്കെ കുറേ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിച്ച ഒരു സൺസ്ക്രീനാണ്. എൻ്റെ സ്കിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്ക് അധികം അങ്ങനെ സൺസ്ക്രീൻസ് കാര്യങ്ങളൊന്നും ഓക്കെ ആയി വരാറില്ല. പക്ഷേ ഇത് സെൻസിറ്റീവിനായാലും ഓയിലി സ്കിന്നിനായാലും ഒക്കെ ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിന് SPF 55+, PA++ ഉള്ള ജെൽ സൺസ്ക്രീനാണ്. ഇതിൻ്റെ റുപ്പീസാണ് 349 വരുന്നുണ്ട്. 24 months ഫ്രം മാനുഫാക്ചറിങ് ഡേറ്റ് ആണ് ഇവരുടെ എക്സ്പയറി ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എല്ലാം ഇവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതൊരു 50 ഗ്രാമാണ് വരുന്നത്. 50 ഗ്രാമിന് ഒരു 349 റുപ്പീസിന് വളരെ അഫോർഡബിൾ ആയിട്ട് വരുന്ന ഒരു ജെൽ സൺസ്ക്രീനാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈസിലി ബ്ലെൻഡ് ചെയ്യും. ഇവർ ആഡിലൊക്കെ കാണിക്കുന്ന, അഡ്വർടൈസ്മെൻറ്റിൽ കാണിക്കുന്ന പോലൊക്കെ തന്നെ സെയിം കാര്യങ്ങളൊക്കെയാണ്. നോൺ സ്റ്റിക്കിയാണ്. അതേപോലെ നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഓയിൽനെസ്സോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും വരാറില്ല. ഒരു ഓയിലി സ്കിന്നിന് വളരെ നല്ലതായിട്ടുള്ള ഒരു സൺസ്ക്രീൻ തന്നെയാണ്. ഇത് ഇടുമ്പോൾ ജസ്റ്റ് ചെറിയൊരു ബ്രൈറ്റ്നെസ് പോലെ തോന്നും. പക്ഷേ എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. അത് കാരണം ആദ്യം ഒരു ബ്രൈറ്റ്നെസ് തോന്നും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ഡള്ളാവലാണ് എൻ്റെ സ്കിന്നിനും ഇത്. അതുകൊണ്ട് എനിക്കിത് അത്ര ഓക്കെ അല്ല. എന്നാലും നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നൊരു പുറത്ത് പോകാനോ ഒക്കെ ആയിട്ട് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ്. ഇതുകൊണ്ട് ആക്നീസോ കാര്യങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും വരാറില്ല. പക്ഷേ വിയർക്കുമ്പോൾ ഇത് റിമൂവ് ആയി വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഈ ഒരു പ്രശ്നമാണ് എനിക്ക് ഈ ഒരു സൺസ്ക്രീനിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.